ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോട്ട് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. സിറ്റി ടവർ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കവി CM വിനയചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. എഴുത്തുകാർ സമൂഹ മനസാക്ഷിയുടെ കാവൽക്കാരാണെന്നും ഈ വിശേഷണം ആത്മഗൗരവവും ഉത്തരവാദിത്വബോധവുമുള്ള എല്ലാ എഴുത്തുകാർക്കും ബാധകമാണെന്നും കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാഷ് അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ അവാർഡ് ദാന പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് വളരെയധികം മുഴങ്ങിക്കേട്ട ഒരു വാക്യമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോരപ്പുഴക്കിപ്പറാണ് സാഹിത്യത്തിന്റെ വലിയ പ്രധാനപ്പെട്ട കുറെ അനുഭവങ്ങൾ. ഒരു കാലത്ത് നമ്മുടെ മണ്ണിന് സിനിമ അപ്രാപ്യമായിരുന്നു, അല്ലേ? സിനിമയൊക്കെ മദിരാശിയിലും ഒറ്റപ്പാലത്തും ഒക്കെയാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാലമൊക്കെ മാറി. സിനിമ മുഴുവനും വടക്കൻ കേരളത്തിലായി. ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടായി വരുന്ന ഇടം കൂടിയായി. സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടായി വരുന്ന പ്രതിഭകളുടെ ഇടം കൂടിയായി നമ്മുടെ വടക്കൻ കേരളം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നാടിന്റെ യോഗക്ഷേമത്തിലൂന്നിയ ദർശനം ഇബ്രാഹിം ബേവിഞ്ചയെപ്പോലുള്ള എഴുത്തുകാരന്റെ വ്യക്തിത്വത്തിന്റെ അടിത്തറയായിരുന്നു. അത്തരമൊരു എഴുത്തുകാരനെ സാമൂഹിക ദുരന്തങ്ങളും ധാർമ്മിക അപജയങ്ങളും മൂല്യച്യുതികളും നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും അവയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ സർഗചേതന സദാ പ്രതികരിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തുമെന്നും ചൂണ്ടിക്കാട്ടിയ വിനയചന്ദ്രൻ മാസ്റ്റർ, കാലത്തിന്റെ നാൽക്കവലയിലെ ദിശാബോധകങ്ങളായ ചൂണ്ടുപലകകളാണ് ബേവിഞ്ച മാഷിന്റെ ഓരോ കൃതികളെന്നും കൂട്ടിച്ചേർത്തു. ബഹുമുഖമായ ഒരു വ്യക്തിത്വത്തിലൂടെ വടക്കൻ കേരളത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ആകെ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ വലിയ സാന്നിധ്യമായി നിലയുറപ്പിച്ച ഒരു ജീവിതമായിരുന്നു ഇബ്രാഹിം ബേവിഞ്ച മാഷിന്റേത്. അദ്ദേഹം ഒരു സാഹിത്യ നിരൂപകൻ, വിമർശകൻ എന്ന നിലയിൽ, കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ, ഗ്രന്ഥകാരൻ എന്ന നിലയിൽ, സാംസ്കാരിക ഗവേഷകൻ എന്ന നിലയിൽ, കോളമിസ്റ്റ് എന്ന നിലയിലൊക്കെ തന്നെ ഒരു പക്ഷേ അധികം പേർക്ക് അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇടപെടലിന്റെ വൈപുല്യം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇബ്രാഹിം ബേവിഞ്ചയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമായ അക്ഷരാമൃതം മികച്ച മാഗസിൻ ഇറക്കിയ ചെറുക്കള സൈനബ മെമ്മോറിയൽ കോളേജിന്റെ ഗൗജി ഗൗനിതം ജീവികയ്ക്ക് സമ്മാനിച്ചു. പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച നഗരസഭാ വൈസ് ചെയർമാൻ KM ഹനീഫാണ് അവാർഡ് ദാനം നടത്തിയത്. ഹസൈനാർ തോട്ടുംഭാഗം, P ദാമോദരൻ, ഡോക്ടർ MK നീന, റഫീഖ് മാസ്റ്റർ, അസ്മാസ് അഹമ്മദാജി, സുലൈഖ മാഹിൻ, കരീം ചൌക്കി, CL ഹമീദ്, മുംതാസ് ടീച്ചർ, SIM ബഷീർ, റഫീഖ് നങ്ങാരത്ത്, മുഹമ്മദ് മിസ്ഹാബ് എന്നിവർ സംസാരിച്ചു. സ്കാനിയ ബദിര സ്വാഗതവും ശബാന ഇബ്രാഹിം ബേവിഞ്ച നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.